ഹലോ വെൽക്കം ബാക്ക്. എയർ ഫ്രയർ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ പരിപ്പ് വടയും നമുക്ക് ഈസി ആയിട്ട് പരിപ്പ് വട എയർ ഫ്രയർ 1.25 കപ്പ് കടലപ്പരിപ്പ് ചനദാൽ നന്നായി കുതിർത്ത് ഒരു 3-4 മണിക്കൂർ കുതിർത്തതിന് ശേഷം നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ്. ഇത് ഒട്ടും തന്നെ വെള്ളം ഇല്ല, അരിപ്പയിൽ അരിച്ചതിന് ശേഷമാണ് അരിച്ചിട്ടുള്ളത്. മിക്സിൻ്റെ ചെറിയ ജാറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ സാധാ പരിപ്പ് വട ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഒന്ന് ഒതുക്കിയെടുക്കുക കേട്ടോ, അധികം അരിഞ്ഞു പോകരുത്. അപ്പോൾ മുഴുവനായിട്ടും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ വേണം കിട്ടാൻ വേണ്ടിയിട്ട്, അധികം അരിഞ്ഞു പോകരുത് കേട്ടോ. അപ്പോൾ ഇതാ ഞാനൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. മിക്സിൻ്റെ ജാറിൽ ഒട്ടും തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ല, വെള്ളം ഒഴിക്കാതെ വേണം ഇതിങ്ങനെ റെഡിയാക്കാൻ വേണ്ടിയിട്ട്. മിക്സിൻ്റെ സെയിം ആ ജാറിൽ തന്നെ ചെറിയൊരു സവാള കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളകും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും 2 വറ്റൽമുളകും പിന്നെ കുറച്ച് ചെറിയ ജീരകയില്ലേ, ഞാനൊരു 1/2 ടീസ്പൂണോളം ചെറിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. വറ്റൽമുളക് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം എടുത്താൽ മതി. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പരിപ്പിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം, ചെറുതായി കട്ട് ചെയ്തിട്ട്. നമ്മൾ സാധാരണയായിട്ട് പരിപ്പ് വടയിൽ സവാളയും പച്ചമുളകും എല്ലാം ചെറുതായി കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കാറ്. ഇത് എനിക്കൊരു പ്രത്യേക ടേസ്റ്റും തോന്നിയിട്ടുണ്ട്. പിന്നെ പെട്ടെന്ന് തന്നെ കഴിയുകയും ചെയ്യും. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ എടുത്ത് കാശ്മീരി മുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. കൈവച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് മിക്സ് ചെയ്യുന്ന ടൈമിൽ ഇത് കുറച്ച് ലൂസായിട്ട് തോന്നുന്നതാണെങ്കിൽ അരിപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. നമ്മുടെ പത്തിരി പൊടിയില്ലേ, അത് ഒരു ടേബിൾ സ്പൂണോ 1.5 ടേബിൾ സ്പൂണിനടുത്തായിട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ടൈറ്റാക്കിയിട്ട് എടുക്കുക. ഞാനിതിൽ അരിപ്പൊടി ചേർത്തിട്ടില്ല, എനിക്ക് കറക്റ്റായിട്ടുള്ള ഇതിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. എയർ ഫ്രയറിൻ്റെ ബാസ്ക്കറ്റിൽ എയർ ഫ്രയർ ലൈനർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ഇങ്ങനെ നമ്മുടെ പരിപ്പ് വട ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ വെളിച്ചെണ്ണ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പം നിങ്ങൾ ലൈനർ യൂസ് ചെയ്യുന്നില്ലെങ്കിലും അടിയിലായിട്ട് നമ്മുടെ ബാസ്ക്കറ്റിൻ്റെ ആ പ്ലേറ്റിൽ ഇങ്ങനെ വെളിച്ചെണ്ണയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിലോ ഒന്ന് ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഒട്ടിപ്പിടിച്ച് പോവും. നമ്മുടെ മിക്സ് ഞാനിത് ഓരോന്നോരോന്നായിട്ട് പരിപ്പ് വടേൻ്റെ ഷേപ്പിലാക്കിയിട്ട് എടുക്കുന്നുണ്ട്. വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്തെടുക്കാം. എല്ലാവർക്കും അറിയുന്നതായതുകൊണ്ട് പ്രത്യേകമായിട്ട് കാണിക്കുന്നൊന്നുമില്ല. ഇത് കൈമേൽ ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ വേണം. അപ്പോൾ നമുക്ക് ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് അരിപ്പൊടി ഇട്ടിട്ട് ടൈറ്റാക്കി എടുത്താൽ മതി. ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് എയർ ഫ്രയറിൻ്റെ ഇതിലേക്ക് വെച്ചെടുക്കാം. ഞാൻ 2 ബാച്ചായിട്ടാണ് പരിപ്പ് വട ഉണ്ടാക്കിയിട്ടുള്ളത്. മുഴുവനായിട്ട് ഒരുമിച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. ഇനി നമുക്ക് എയർ ഫ്രയർ ക്ലോസ് ചെയ്തിട്ട് ബാസ്ക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് ടൈമും ടെമ്പറേച്ചറും സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പം നിങ്ങളെ കയ്യിൽ ഓയിലിൻ്റെ സ്പ്രേ ഉണ്ടെങ്കിൽ ഒന്ന് ആ ടൈമിൽ സ്പ്രേ ചെയ്ത് കൊടുക്കണേ, കുറച്ച് ഓയിൽ. നമുക്ക് ടൈമും ടെമ്പറേച്ചറും വരുന്നത് ഞാൻ 185 ഡിഗ്രി സെൽഷ്യസിൽ 15 മിനിറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. 15 മിനിറ്റ് ഞാനൊരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് എയർ ഫ്രയർ ഓപ്പൺ ചെയ്യുന്നുണ്ട്. കാരണം ഞാനതിൽ ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടില്ലല്ലോ, എൻ്റെ കയ്യിൽ സ്പ്രേ ബോട്ടിലില്ലായിരുന്നു. അതുകൊണ്ടാണ് 2 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ ആ ഒരു വട കുറച്ചൊന്ന് ഡ്രൈ ആയിട്ട് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. പരിപ്പ് വട ആയതുകൊണ്ട് വെളിച്ചെണ്ണയാണ് ഞാൻ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. എയർ ഫ്രയർ ക്ലോസ് ചെയ്യുന്നുണ്ട്. ഒരു 3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും ഞാൻ ബാസ്ക്കറ്റ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഒരു സൈഡ് ഡ്രൈ ആയിട്ട് വരുന്നുണ്ട്, അപ്പുറത്തെ സൈഡ് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. മുഴുവനായിട്ടുള്ള പരിപ്പ് വട ഞാൻ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. വീണ്ടും അതിന് മുകളിലായിട്ട് വെളിച്ചെണ്ണ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത് അത് അധികം ഡ്രൈ ആയി പോകുന്നതിനാണ്. അല്ലെങ്കിലും ബ്രഷ് ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ നമുക്ക് ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ബ്രഷ് ചെയ്തിട്ടാണ് ഉണ്ടാക്കാറുള്ളത്. ഇപ്പം ഫുള്ളായിട്ടും ടൈം ആ 15 മിനിറ്റ് കഴിഞ്ഞ് എയർ ഫ്രയർ ഓഫായിട്ടുണ്ട്. പരിപ്പ് വട ഒന്നുകൂടെ ഒന്ന് ക്രിസ്പി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ട് വീണ്ടും എയർ ഫ്രയറിലേക്ക് മാറ്റുന്നുണ്ട്. ടൈമും ടെമ്പറേച്ചറും വീണ്ടും സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നേരത്തെ എടുത്തിട്ടുള്ള സെയിം തന്നെയാണ്. ഞാൻ ഇപ്പോൾ ടെമ്പറേച്ചർ വെച്ച് കൊടുത്തിട്ടുള്ളത് 185 ഡിഗ്രി സെൽഷ്യസിൽ 3 മിനിറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. 3 മിനിറ്റ് കഴിഞ്ഞ് എയർ ഫ്രയർ ഓഫായിട്ടുണ്ട്. ബാസ്ക്കറ്റ് ഓപ്പൺ ചെയ്ത് നോക്കുമ്പം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പരിപ്പ് വട തന്നെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ടൈം വന്നിട്ടുള്ളത് 18 മിനിറ്റാണ്. ടെമ്പറേച്ചർ 185 ഡിഗ്രി സെൽഷ്യസ് ആണ് ഞാനിവിടെ ഈ ഒരു എയർ ഫ്രയറിൽ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്.
എയർ ഫ്രയർ ലൈനർ വെച്ചപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആ ഒരു കളറൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. ഇതൊക്കെ ഉണ്ടാവും നല്ല പരിപ്പ് വടേൻ്റെ നമ്മുടെ എണ്ണയിൽ പൊരിച്ചിട്ടുള്ള പരിപ്പ് വടയില്ലേ, അതേപോലെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ്. എയർ ഫ്രയറിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പെർഫെക്റ്റ് റെസിപ്പിയാണ്. നിങ്ങൾ എയർ ഫ്രയറിൽ ചിലപ്പോൾ ടൈമും ടെമ്പറേച്ചറും മാറ്റേണ്ടാവും, അതൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഐക്കൺ എയർ ഫ്രയറിൽ പരിപ്പ് വട ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം.